ആ അളിയാ, പിന്നെ എന്താണ് വിശേഷം? എൻ്റെ ലൈനൊക്കെ എന്താ പറയുന്നു? സുഖം തന്നെയാണോ? സുഖമായിട്ടിരിക്കുന്നില്ലയാ. പിന്നെ ഇന്നലെ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. അളിയാ ഇപ്പോൾ എന്ത് പ്രശ്നം? അതൊന്നും ലൈനില്ലാത്തതിന് മനസ്സിലാകത്തില്ല. ശരിയാടാ, എനിക്ക് ലൈനില്ല, പക്ഷേ എനിക്ക് സ്നേഹിക്കാൻ കുറച്ച് പെങ്ങന്മാരുണ്ടോ. ആ ബാക്കി നിനക്കൊക്കെ ഉണ്ടാടാ? ഇല്ലല്ലോ. അതിന് ഏത് പെങ്ങന്മാർ? നിനക്കതിന് പെങ്ങളില്ലല്ലോ. ശരിയാടാ, എനിക്ക് പെങ്ങളില്ല, പക്ഷേ വേറെ ആർക്കോ ജനിച്ച കുട്ടികൾ എന്നെ സ്വന്തം ചേട്ടനെ പോലെ കാണണമെങ്കിൽ അതിനും വേണ്ട അളിയ ഒരു ഭാഗ്യം. ശരിയാടാ, നീ പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് ആ ഭാഗ്യം ഇല്ല അളിയ. എന്നാൽ എനിക്കുണ്ട്. ഒന്നും രണ്ടല്ല അളിയ, കുറേ ഉണ്ട്. അതുപോലെ അളിയ ലൈഫ് ഹാപ്പി. ഞാൻ എപ്പോൾ വിളിച്ചാലും അവർ ഫോൺ എടുക്കും. പക്ഷേ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതൊരു ലവറല്ല. ഓക്കെ, പക്ഷേ ആ ഒരു സ്നേഹം അതെനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ചോദിക്കും, കഴിച്ചോ കുടിച്ചോ വാവേ, ചക്കരെ കഴിച്ചോ, അല്ല ഇത് എന്തോന്ന് ഉറങ്ങിയോ? പക്ഷെ അങ്ങനെയല്ല. അവർ പറയുന്ന ഫീലിങ്സ് എന്ന് വെച്ചാൽ, ചേട്ടാ നിങ്ങൾ കഴിച്ചോ, ചേട്ടാ നിങ്ങൾ കുടിച്ചോ, ചേട്ടാ നിങ്ങൾ ഉറങ്ങിയോ, ആ ഒരു ഫീല് വേറെ. അതറിയാവോ അളിയ? സോറി അളിയ, ഞാൻ അറിയാതെ പറഞ്ഞതളിയ. എനിക്ക് വിഷമമുണ്ട് അളിയ, സോറി അളിയ. നിങ്ങളെ സ്നേഹം ഒന്ന് കാണാൻ എനിക്കിന്ന് ആരെങ്കിലും വിളിക്കാവോ അളിയ? നിങ്ങളുടെ പെങ്ങളമാരാരെങ്കിലും? മോഞ്ചി ഇനി എന്ത് ചെയ്യും? പിടിച്ചിരിക്കാൻ പറഞ്ഞല്ലോ അളിയ. റീചാർജ് ചെയ്തിരിക്കുമോ അളിയ, അതുകൊണ്ട് വിളിക്കാൻ പറ്റത്തില്ല. സോറി. കുഴപ്പമില്ല അളിയ, വിഷമിക്കണ്ട, ഞാൻ ഫോൺ തരാം. പിന്നെ മോഞ്ചി അളിയ, അത് പറ്റത്തില്ല അളിയ. അവർ പറഞ്ഞിട്ടുണ്ട് വേറെ ആരുടെയും ഫോണിൽ നിന്ന് വിളിക്കരുതെന്ന്. അതുകൊണ്ടാണ് വിളിക്കാത്ത അളിയ. ഞാൻ റീചാർജ് ഉള്ളപ്പോൾ വിളിക്കാം അളിയ. ഓക്കെ, ശരി അളിയ, ഞാൻ പോണം. ശരിക്കും അവനൊരു ഭാഗ്യം വന്നു അല്ലേ അളിയ? ശരിയാണ് അളിയ.